നമസ്കാരം. ലേറ്റ് എഡിഷൻ തുടങ്ങുന്നു. ഞാൻ പ്രജിൻസി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. തെരഞ്ഞെടുപ്പിനൊരുങ്ങി മുന്നണികൾ. തുടർ ഭരണത്തിനായി മിഷൻ 110 പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി. പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 110 സീറ്റ് നേടാനായി കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചത്. വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കണമെന്നും വിവാദങ്ങൾ വികസന പ്രചാരണങ്ങളിലൂടെ മറികടക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. LDFന്റെ തുടർച്ചയായ മൂന്നാം ഭരണത്തിന് മുഖ്യമന്ത്രിയുടെ മിഷൻ 110. 3.5 മണിക്കൂറിലധികം നീണ്ട മന്ത്രിമാരുടെ പ്രത്യേക യോഗത്തിൽ മുഖ്യമന്ത്രി തുടർഭരണത്തിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. സർവ്വവിഭാഗം ജനങ്ങളുടെയും ഉന്നതി ലക്ഷ്യമിട്ടാണ് 10 വർഷം ഭരിച്ചത്. സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും മികച്ച ഭരണം നടത്താനായി ഇനിയുള്ള 50 ദിവസത്തേക്ക് പ്രത്യേക കർമ്മ പദ്ധതി നടപ്പാക്കും. ഓരോ മണ്ഡലത്തിനു വേണ്ടിയും പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കും. ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ നേരിട്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനം തിരിച്ചടിയുണ്ടാക്കിയ ഇടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. വികസനം ജനങ്ങൾ അറിയണം. ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയില്ലെന്ന് വിലയിരുത്തലുണ്ട്. ആ കുറവ് പരിഹരിക്കാൻ വിപുലമായ പ്രചാരണം വേണം. വിവാദങ്ങളെ വികസനം കൊണ്ട് മറികടക്കണം. BJP നിലപാടിനൊപ്പമാണ് കോൺഗ്രസ് നിലകൊണ്ടതെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. 10 വർഷത്തിൽ കലാപങ്ങളില്ലാത്ത നാടായി കേരളത്തെ മാറ്റി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കാനായി. വർഗീയ ശക്തികൾക്കെതിരെ കർശന നിലപാടെടുത്തെന്നും ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം. മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ കോഴിക്കോട് പേരാമ്പ്രയിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് മത്സരിച്ച പേരാമ്പ്രയും മാണി സി കാപ്പന്റെ പാർട്ടിക്ക് നൽകിയ എലത്തൂരും ഏറ്റെടുക്കാനാണ് ആലോചന. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിന് പകരം DCC പ്രസിഡന്റ് A തങ്കപ്പനെ മത്സരിപ്പിക്കാൻ ഒരു വിഭാഗം നീക്കം തുടങ്ങി. അതേസമയം സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെ 4 അംഗ നിരീക്ഷക സംഘത്തെ കേരളത്തിലേക്ക് AICC നിയോഗിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ കോൺഗ്രസ് മത്സരിപ്പിച്ചേക്കുമെന്ന സൂചനകൾ ശക്തമാണ്. ഇതിനായി പേരാമ്പ്ര മണ്ഡലമാണ് പരിഗണനയിൽ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുന്നതിനെതിരെ രംഗത്ത് വന്നവരെ DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ പൂർണ്ണമായി തള്ളിയതും ശ്രദ്ധേയമായി. ജില്ലയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറെന്ന DCC അധ്യക്ഷൻ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട്ടെയല്ല, കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും ബഹുമാന്യനായ നേതാവാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് DCCയുടെ പ്രവർത്തനങ്ങളിൽ വളരെ നല്ല പിന്തുണ നൽകിയ ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിനെതിരെ ഒരു കോൺഗ്രസ്സുകാരൻ പോസ്റ്റ് ഒട്ടിക്കില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കോൺഗ്രസ് ആയിരിക്കില്ല. കഴിഞ്ഞ തവണ LDFന്റെ TP രാമകൃഷ്ണനെതിരെ മുസ്ലിം ലീഗാണ് പേരാമ്പ്രയിൽ മത്സരിച്ചത്. മാണി സി കാപ്പന്റെ പാർട്ടി KDPക്ക് നൽകിയ എലത്തൂർ ഏറ്റെടുക്കാനും നീക്കമുണ്ട്. ഇതിനിടെ LDFൽ എലത്തൂർ സീറ്റ് ഏറ്റെടുക്കുമെന്ന റിപ്പോർട്ടുകൾ CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബ് തള്ളി. എലത്തൂർ സീറ്റ് CPM എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അത് മുന്നണിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രചരണമാണോ? അങ്ങനെ പറയാം. ഞങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു ചർച്ചയൊന്നും ഇതുവരെ നടത്തിയതായിട്ട് അറിയില്ല. കോഴിക്കോട് ജില്ലയിൽ LDFന്റെ സിറ്റിംഗ് സീറ്റിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. മുഴുവൻ സീറ്റും LDF നിലനിർത്തുമെന്നും M മെഹബൂബ് പ്രതികരിച്ചു. അതേസമയം പാലക്കാട് ചിറ്റൂർ മണ്ഡലം ഏറ്റെടുക്കുമെന്ന വാർത്ത CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു തള്ളി. ചിറ്റൂർ സീറ്റ് എന്നല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സീറ്റും CPM ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇപ്പൊ പാലക്കാട് ജില്ലയിലില്ല. അല്ല, അവരുടെ പാർട്ടിയിൽ മത്സരിക്കാനില്ലെങ്കിൽ വേറെ ആരെങ്കിലും മത്സരിപ്പിക്കായിരിക്കും ആ പാർട്ടി. ഇനി മത്സരിക്കാനില്ലെന്ന മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ പ്രഖ്യാപനത്തോടെയാണ് ചിറ്റൂർ CPIM ഏറ്റെടുത്തേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നത്. പാലക്കാട് മണ്ഡലത്തിൽ DCC അധ്യക്ഷൻ A തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ജില്ലാ നേതൃയോഗത്തിൽ ആവശ്യമുയർന്നു. തൃത്താലയിൽ VT ബൽറാം വീണ്ടും മത്സരിക്കും. 24 കോഴിക്കോട്. പാലക്കാട് മണ്ഡലത്തിൽ DCC പ്രസിഡന്റ് A തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ അതൃപ്തി പരസ്യമാക്കി കോൺഗ്രസ് നേതാവ് VS വിജയരാഘവൻ. സ്വന്തം സ്ഥലത്ത് പോലും ഭരണം പിടിക്കാൻ കഴിയാത്ത ആളാണ് A തങ്കപ്പൻ. തങ്കപ്പന്റെ പേര് പറയുന്നവർ ബാക്കി കാര്യങ്ങൾ കൂടി വിലയിരുത്തട്ടെയെന്നും വിജയരാഘവൻ 24നോട് പറഞ്ഞു. നിൽക്കുന്ന ഒരു അയോഗ്യനാണെന്ന് ഞാൻ പറയുന്നില്ല. ബാക്കി കാര്യങ്ങളൊക്കെ വിലയിരുത്തട്ടെ. ഈ പറഞ്ഞവർ ആലത്തൂർ നിയോജകമണ്ഡലത്തിലാണ് അദ്ദേഹത്തിൻ്റെ വീടും ഉള്ളത്. അതിലൊരു പഞ്ചായത്തുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു പഞ്ചായത്തും കിട്ടിയിട്ടില്ല. നിലവിലുണ്ടായിരുന്ന കൊഴലുമന്ന പഞ്ചായത്ത് സ്വന്തം പഞ്ചായത്തും പോയിരിക്കുകയാണ്. മുസ്ലിം ലീഗിലെ ടേം നിബന്ധനയിൽ PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾക്ക് ഇളവ് നൽകിയേക്കും. പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന ആവശ്യം ശക്തമായതോടെ 3 ടേം മത്സരിക്കാത്തവരും ഇത്തവണ മാറി നിൽക്കും. PK കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറിയേക്കുമെന്ന സൂചനയുമുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ, PK ബഷീർ, KPA മജീദ്, N ഷംസുദ്ദീൻ, മഞ്ഞളാംകുഴി അലി, NA നെല്ലിക്കുന്ന്,
പി ഉബൈദുള്ള എന്നിവരാണ് 3 ടേമോ അതിലധികമോ പൂർത്തിയാക്കിയവർ. പി കെ കുഞ്ഞാലിക്കുട്ടിക്കും എം കെ മുനീറിനും ഇളവ് ലഭിക്കും. കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറിയേക്കും. അങ്ങനെയെങ്കിൽ ലീഗ് ജനറൽ സെക്രട്ടറി PM A സലാം വേങ്ങരയിൽ മത്സരത്തിനിറങ്ങും. KP A മജീദ് 3 ടേം പൂർത്തിയാക്കി മാറി നിൽക്കാൻ ഇടയുള്ളതിനാൽ തിരൂരങ്ങാടിയിലും PM A സലാമിന്റെ പേര് ചർച്ചയിലുണ്ട്. തിരൂരങ്ങാടിയിൽ PM A സലാം അല്ലെങ്കിൽ വനിതാ ലീഗ് സംസ്ഥാന അധ്യക്ഷ സുഹ്റ മമ്പാട് മത്സരിച്ചേക്കും. N ഷംസുദ്ദീൻ, PK ബഷീർ, മഞ്ഞളാംകുഴി അലി എന്നിവർക്കും ഇളവ് ലഭിക്കുമെന്ന സൂചനകളുണ്ട്. ഏറനാട് MLA PK ബഷീറിന് ഇളവ് ലഭിക്കുകയാണെങ്കിൽ മണ്ഡലം മാറും. ഇസ്മായിൽ മൂത്തേടത്തിനാണ് ഏറനാട് സാധ്യത. കഴിഞ്ഞ തവണ താനൂരിൽ മത്സരിച്ച യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് കുന്നമംഗലത്തേക്ക് മാറിയേക്കും. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെ താനൂരിൽ പരിഗണിക്കുന്നു. എന്നെ നെല്ലിക്കുന്ന KP A മജീദ്, P ഉബൈദുള്ള എന്നിവരും 1 ടേം പൂർത്തിയാക്കിയ UA ലത്തീഫും ഇത്തവണ മാറി നിൽക്കും. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം, കോട്ടയ്ക്കലിൽ ആബിദ് ഹുസൈൻ തങ്ങൾ, തിരൂരിൽ കുറുക്കോളി മൊയ്തീൻ എന്നിവർ തുടരാൻ സാധ്യതയുണ്ട്. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി TP അഷ്റഫ് അലി, MSF ദേശീയ പ്രസിഡന്റ് PV അഹമ്മദ് സാജു, ചന്ദ്രിക ഫിനാൻസ് ഡയറക്ടറും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ PMA സമീർ എന്നിവരുടെ പേരും വിവിധ മണ്ഡലങ്ങളിൽ പരിഗണിക്കുന്നതായി സൂചനകളുണ്ട്. 24 മലപ്പുറം. ഇപ്പോൾ ലഭിക്കുന്നൊരു വാർത്തയിലേക്ക്. വിജയ് ചിത്രം ജനനായകന്റെ റിലീസ് തീയതി നീട്ടി എന്ന വാർത്ത ചെന്നൈയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നു. മനീഷ് മൂർത്തി അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്നും. മനീഷ്, എന്താണ് നിലവിൽ ഇത്തരത്തിൽ റിലീസ് തീയതി നീട്ടാനുള്ള തീരുമാനം? കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജികളും അതിനു മുകളിൽ കോടതി നിരീക്ഷണവും ഒക്കെ നിലനിൽക്കെ ഇപ്പോൾ ഇങ്ങനെ തീയതി നീട്ടാനുള്ള തീരുമാനം അത് ആര് കൈക്കൊണ്ടു? എന്താണ് വിശദാംശങ്ങൾ? പ്രജൻ, KVN പ്രൊഡക്ഷൻസിന്റെ സിനിമയാണ് ജനനായകൻ. KVN പ്രൊഡക്ഷൻസ് അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു റിലീസ് പുറത്തിറക്കുന്നത്. അതായത് ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ റിലീസ് തീയതി നീട്ടുകയാണ്. അത് എന്നാണ് എന്നുള്ളത് പറയുന്നില്ല. റിലീസിൽ എന്നാണ് സിനിമ റിലീസ് ചെയ്യുക എന്ന് പറയുന്നില്ല. മറ്റ് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രം ഈ റിലീസ് തീയതി നീട്ടുകയാണെന്നും ആരാധകരോടും അതുപോലെ തന്നെ ഈ സിനിമയുമായി സഹകരിച്ച എല്ലാവരോടും മാപ്പ് അപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു റിലീസാണ് KVN പ്രൊഡക്ഷൻസിന്റെ ഒരു റിലീസായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മദ്രാസ് ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ്. ഇന്നിപ്പോൾ ഇരു വിഭാഗങ്ങളുടെയും അല്ലെങ്കിൽ സെൻസർ ബോർഡിന്റെയും അതുപോലെ തന്നെ KVN പ്രൊഡക്ഷൻസിന്റെയും വാദങ്ങൾ കേട്ടതിന് ശേഷം 9-ാം തീയതി, അതായത് വരുന്ന ഈ ചിത്രം റിലീസ് ചെയ്യേണ്ട തീയതിയിൽ 9-ാം തീയതിയാണ് ഈ കേസ് വിധി പറയാനായി മദ്രാസ് ഹൈക്കോടതി മാറ്റിയിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ്, കാരണം 9-ാം തീയതി വിധി വരുന്നു, അതിനുശേഷം മറ്റ് നടപടിക്രമങ്ങളുണ്ട്. ഒരുപക്ഷെ ഇതെല്ലാം കൂടി കണ്ടിട്ടായിരിക്കണം ഈ രീതിയിൽ ഈ പറഞ്ഞ റിലീസ് മാറ്റുന്ന ഒരു തീരുമാനത്തിലേക്ക് KVN പ്രൊഡക്ഷൻസ് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തീയതി ഇനിയും പ്രഖ്യാപിച്ചിട്ട് വളരെ വേഗത്തിൽ അടുത്ത തീയതി പ്രഖ്യാപിക്കും എന്നുള്ളതാണ് KVN പ്രൊഡക്ഷൻസ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു റിലീസിൽ അങ്ങനെയാണ് പറയുന്നത്. നേരത്തെ തന്നെ മറ്റിടങ്ങളിൽ, അതായത് എബ്രോഡുള്ള പലയിടങ്ങളിലും യൂറോപ്പിലും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലുമൊക്കെ റിലീസ് തീയതി മാറ്റി എന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ വന്നിരുന്നു. എന്തായാലും KVN പ്രൊഡക്ഷൻസ് ഇപ്പോൾ അത് കൃത്യമായി തന്നെ പറയുന്നു. എന്തായാലും പറഞ്ഞ 9-ാം തീയതി റിലീസ് ഇല്ല. ജനതാദളിന്റെ റിലീസ് 9-ാം തീയതി ഇല്ല. അത് അടുത്ത ദിവസം, അത് എന്നാണ് എന്നുള്ളത് വളരെ വേഗത്തിൽ തന്നെ ആരാധകരെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ വിജയ ആരാധകരെയും ഒക്കെ അറിയിക്കും എന്നുള്ളതാണ്. മനീഷ്, ഈ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതുമായി ബന്ധപ്പെട്ട ഹർജി, അതിന്മേലുള്ള വാദങ്ങളെല്ലാം പൂർത്തിയാതാകണല്ലോ. ഇത് വിധി പറയാൻ മാറ്റി എന്നത് മാത്രമാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ നാളെ തന്നെ അതിൽ വിധിയും ഉണ്ടായേക്കാം. പക്ഷേ അപ്പോഴും അതിൽ നിൽക്കാതെ ഇത്തരത്തിൽ തീയതി മാറ്റുന്നു, റിലീസ് തീയതി മാറ്റുന്നു എന്ന തീരുമാനത്തിലേക്ക് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റു വിശദീകരണങ്ങളൊന്നും നൽകുന്നില്ല എന്നാണോ? പ്രജിൻ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നാളെ ഈ പറഞ്ഞ രീതിയിൽ നാളെയോ മറ്റന്നാളോ വിധി പറയുമെന്നുള്ളതായിരുന്നു നേരത്തെ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് വന്ന അല്ലെങ്കിൽ ജസ്റ്റിസിന്റെ അടുത്തു നിന്നും നമുക്ക് ലഭിച്ചിരുന്ന അല്ലെങ്കിൽ ആ രീതിയിലായിരുന്നു കാര്യങ്ങൾ പുറത്തു വന്നിരുന്നത്. പക്ഷേ നാളത്തേക്ക് ഈ കേസ് ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ജനനായകനുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള കേസ് നാളത്തേക്ക് ഈ പറഞ്ഞ രീതിയിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് മറ്റന്നാളായിരിക്കും, അതായത് 9-ാം തീയതി ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രീതിയിലാണ്. അപ്പോൾ അത്തരത്തിൽ 9-ാം തീയതി രാവിലെ കോടതി കേസെടുക്കുന്നു, അതിനുശേഷം വിധി വരുന്നു. അതിനുശേഷം എന്തായാലും സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള സാധ്യതയില്ല. 9-ാം തീയതി പുലർച്ചെ മുതൽ തന്നെ പലയിടങ്ങളിലും ഷോയും കാര്യങ്ങളും ഒക്കെ തീരുമാനിച്ച ഒരു കാര്യമുണ്ട്. കാരണം ഫാൻ ഷോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതൊന്നും നടക്കാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്
ഈ ഒരു ഘട്ടത്തിൽ ഈ രാത്രി വൈകി ഇത്തരത്തിൽ KVN പ്രൊഡക്ഷൻസിന്റെ ഒരു തീരുമാനം ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം എല്ലാ ഇടങ്ങളിലും, അതായത് എല്ലാ സ്റ്റേറ്റുകളിലും ഉള്ള തിയേറ്ററുകളിലെല്ലാം ഭൂരിഭാഗം തിയേറ്ററുകളിലും ഇത് റിലീസിംഗ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. 9-ാം തീയതി എന്നുള്ള തീയതി പ്രഖ്യാപിച്ചിരുന്നതാണ്. അതിനിടയിലാണ് ഈ സെൻസർ ബോർഡിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നത്, ഒരു സർട്ടിഫിക്കേഷന്റെ ഒരു വിഷയം വരുന്നത്. സെൻസർ ബോർഡിന്റെ ആളുകൾ ഇന്ന് അല്ലെങ്കിൽ സെൻസർ ബോർഡിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഇന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ മതവികാരം വ്രണപ്പെടുത്തുന്നതുമായ രീതിയിലുള്ള ബന്ധപ്പെട്ട സീനുകൾ ഈ സിനിമയിലുണ്ട്. മാത്രമല്ല ആർമിയുടെ അല്ലെങ്കിൽ സൈന്യവുമായി ബന്ധപ്പെട്ടുള്ള ചില ചിഹ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായി തന്നെ നോക്കിയതിനു ശേഷം മാത്രമേ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരായ മദ്രാസ് ഹൈക്കോടതിയിൽ ഹാജരായ സെൻട്രൽ പറഞ്ഞ രീതിയിൽ സെൻസർ ബോർഡിന്റെ അഭിഭാഷകൻ വാദിച്ചത്. അത് കോടതി മുഖവിലക്കെടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല KVN പ്രൊഡക്ഷൻ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡിസംബർ 18-ാം തീയതിയാണ് സിനിമയുടെ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അപേക്ഷ നൽകുന്നത്. അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ അത് ഈ ആളുകൾ കാണുന്നു. എന്നാൽ 22-ാം തീയതി 22-ന് പറഞ്ഞ രീതിയിൽ അത് സിനിമയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വീണ്ടും അത് സമർപ്പിക്കുന്നു. പക്ഷേ അതിനുശേഷം മറ്റു നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. അതിനുശേഷം 5-ാം തീയതി ഇത് റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ടുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഈ പറഞ്ഞ സെൻസർ ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുമാണ് എന്തായാലും ഇന്നിപ്പോൾ കോടതിയിൽ പറഞ്ഞപ്പോൾ കോടതിയിൽ നിന്നും വിധി നാളെ ഉണ്ടാവില്ല എന്നൊരു ഉറപ്പ് ഉണ്ടാകുന്നു. അതിനുശേഷം 9-ാം തീയതി രാവിലെ വിധി വരുന്നു. അതിനുശേഷം എന്തായാലും റിലീസിംഗ് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കൃത്യമായ ഒരു ധാരണ KVN പ്രൊഡക്ഷൻസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റിലീസ് മാറ്റാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. വ്യക്തമാണ്. എന്തായാലും വിജയ് ആരാധകർക്ക് വലിയ നിരാശയാണ്. സിനിമയിൽ നിന്നും സമ്പൂർണ്ണ വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു താരം. ഇനി രാഷ്ട്രീയത്തിൽ മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന കാര്യം കൂടെ അറിയിച്ചു. അതുകൊണ്ട് തന്നെ ജനനായകൻ എന്ന ചിത്രം വിജയുടെ അവസാന സിനിമ എന്ന രീതിയിൽ തന്നെയാണ് ആരാധകർ കാണുന്നത്. പക്ഷേ ഇപ്പോൾ റിലീസിംഗ് തീയതിയിൽ വീണ്ടും ഒരു അനിശ്ചിതത്വം വരുന്നു. വീണ്ടും റിലീസ് തീയതി നീട്ടുകയാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കാം എന്നുകൂടിയാണ് ഇപ്പോൾ KVN പ്രൊഡക്ഷൻസ് അറിയിച്ചിരിക്കുന്നത്. മനേഷ് മൂർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്. മറ്റു വാർത്തകളിലേക്ക്. കോന്നി ആറന്മുള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിനോട് വിശദീകരണം തേടി സംസ്ഥാന നേതൃത്വം. പാർട്ടി ചർച്ച ചെയ്യും മുൻപേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിനാണ് വിശദീകരണം തേടിയത്. ആറന്മുളയിൽ വീണ ജോർജും കോന്നിയിൽ ജനീഷ് കുമാറും മത്സരിക്കുമെന്ന് മാധ്യമങ്ങളിലൂടെ രാജു എബ്രഹാം വ്യക്തമായ സൂചന നൽകിയിരുന്നു. സംസ്ഥാന സെന്ററാണ് രാജു എബ്രഹാമിനോട് ഇമെയിൽ വഴി വിശദീകരണം തേടിയത്. കൊല്ലത്ത് BJPയുടെ A ക്ലാസ് മണ്ഡലമായ ചാത്തന്നൂരിൽ യുവമുഖത്തെ പരീക്ഷിക്കാൻ കോൺഗ്രസ് നീക്കം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ചൈത്ര തമ്പാൻ, DCC ജനറൽ സെക്രട്ടറി സവിൻ സത്യൻ എന്നീ പേരുകളാണ് പരിഗണിക്കുന്നത്. സംസ്ഥാനത്തെ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലൊന്നാണ് കൊല്ലത്തെ ചാത്തന്നൂർ. മണ്ഡലം പിടിക്കാൻ കോൺഗ്രസ് ശൂരനാട് രാജശേഖരൻ മുതൽ പീതാംബരക്കുറുപ്പ് വരെയുള്ള തലതൊട്ടപ്പന്മാരെ രംഗത്തിറക്കിയിട്ടും ഫലം കാണാതെ വന്നതോടെയാണ് യുവത്വത്തിന് അവസരമൊരുങ്ങുന്നത്. സാമുദായിക പരിഗണനയും പ്രവർത്തനവും പരിഗണിച്ച് കനകൂലവും 3 പേരുകളാണ് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിരിക്കുന്നത്. മണ്ഡലം പിടിക്കാൻ യുവമുഖത്തിന് കഴിയുമെന്നാണ് കനകൂലുവിന്റെ കണ്ടെത്തൽ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുൽപന്ത്രത്തിന്റെ പേരിനാണ് ആദ്യ പരിഗണന. സാമുദായിക പിന്തുണയും സംഘടനയുടെ സമരമുഖമായ വിഷ്ണു സുനിൽ മത്സരിക്കുന്നത് യുവത്വത്തെ ആകർഷിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. KPCC ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കെ അന്തരിച്ച പ്രതാപവർമ്മ തമ്പാന്റെ മകൾ ചൈത്ര തമ്പാന്റെ പേരാണ് രണ്ടാമതായി കോൺഗ്രസ് പരിഗണിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ചൈത്ര തമ്പാനും മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നിഗമനം. INDC നേതാവായിരുന്ന V സത്യശീലന്റെ മകൻ സവിൻ സത്യന്റെ പേരിനും സാധ്യതാ പട്ടികയിലുണ്ട്. കൊടിക്കുന്ന് സുരേഷിന്റെ കൊല്ലത്തെ വിശ്വസ്തനായി അറിയപ്പെടുന്ന ആളാണ് സവിൻ സത്യൻ. 24 കൊല്ലം. CPIM നേതാവ് AK ബാലന്റെ ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തിൽ രാഷ്ട്രീയ വിവാദം കനക്കുകയാണ്. പ്രസ്താവന വർഗീയ കലാപമുണ്ടാക്കാനെന്നും BJPയുടെ അതേ ഭാഷയിലാണെന്നും ആഞ്ഞടിച്ച് UDF നേതാക്കൾ രംഗത്തു വന്നു. UDF അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യുമെന്നും പല മറാടുകൾ ആവർത്തിക്കുമെന്നുമായിരുന്നു AK ബാലൻ ഇന്നലെ പറഞ്ഞത്. പ്രസ്താവനയിൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമി AK ബാലന് വക്കീൽ നോട്ടീസ് അയച്ചു. ഏതെങ്കിലും രൂപത്തിൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം 2 ദിവസം കൊണ്ടത് സ്വാഹമാക്കും. കേരളം ഭരിക്കുക ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തെ ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക അവരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ. അപ്പോൾ 1 മാറാടും 2 മാറാടും എന്നല്ല ഉണ്ടാവുക. ഇന്നലെ മുതിർന്ന CPIM നേതാവ് AK ബാലൻ പാലക്കാട് നടത്തിയ ഈ പരാമർശങ്ങളാണ് രാഷ്ട്രീയ വിവാദമായത്. പരാമർശത്തിൽ AK ബാലനും CPIMനുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. പ്രസ്താവന വർഗീയ കലാപമുണ്ടാക്കാനെന്നും സംഘപരിവാർ പ്രചരണത്തിന്റെ ഭാഗമെന്നും VD സതീശൻ.
ഇത് മനഃപൂർവ്വമായി ഒരു വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടി UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമിയായിരിക്കും ആഭ്യന്തരം ഭരിക്കുന്നത് എന്നത് വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ അതേ ശൈലിയിൽ CPM ചെലുത്തുന്ന പരിപാടിയാണ്. BJPയുടെ അതേ ഭാഷയിലാണ് പരാമർശമെന്നും മുഖ്യമന്ത്രി ഇടപെടണമെന്നും നേതാക്കൾ. CPMന്റെ നേതാവ് AK ബാലന്റെ പരാമർശം നാട്ടിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടിയാണ്. BJPയുടെയും സംഘപരിവാറിന്റെയും അതേ ഭാഷ AK ബാലൻ സംസാരിക്കുന്നത് മുന്നണിയുടെ നയമാണോ എന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. തനി വർഗീയത വിളമ്പുന്ന പ്രസ്താവന AK ബാലനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിലേക്ക് വർഗീയത വിളമ്പുന്ന രീതിയിലല്ലേ അവർ പ്രചരിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിനകത്ത് നിലപാടെടുക്കേണ്ടത്. ജമാഅത്തെ ഇസ്ലാമിയെ ഉപകരണമാക്കി ഇടതുപക്ഷം വർഗീയ രാഷ്ട്രീയം പറയുന്നുവെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P. മുജീബ് റഹ്മാൻ വിമർശിച്ചു. ജമാഅത്തെ ഇസ്ലാമിയെ ടൂളാക്കി ഹൈന്ദവ വോട്ടിന്റെ കൺസോൾട്ടേഷൻ ഉറപ്പുവരുത്തി കേരളത്തെ വർഗീയമായി വളരെ മോശമായൊരു കാലാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഈ സമീപനം ഇടതുപക്ഷത്തിന്റെ പരാജയം മാത്രമല്ല, കേരളം നാളേറെയായി കാത്തു സൂക്ഷിക്കുന്ന സോഷ്യൽ ഫാബ്രിക്കിന് ഡാമേജ് ഉണ്ടാക്കുന്ന അപകടകരമായ നീക്കമാണ്. വിവാദ പരാമർശത്തിൽ CPIM നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം. ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുകയാണ് CPIMന്റെ ലക്ഷ്യമെന്ന് NK പ്രേമചന്ദ്രൻ MP. സംഘപരിവാറിന്റെ B ടീമായി പ്രവർത്തിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണെന്ന് A. റഹീം MP. ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടുപിടിച്ച് വോട്ട് ബാങ്ക് ഉറപ്പിക്കാനാണ് ഇടത് വലത് മുന്നണികളുടെ ശ്രമമെന്ന് BJP നേതാവ് MT രമേശ്. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. CPIMും BJPയും ഒരുപോലെ വർഗീയത പ്രചരിപ്പിക്കുന്നുവെന്ന ആരോപണവുമായാണ് NK പ്രേമചന്ദ്രൻ MP ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. വർഗീയ പരാമർശങ്ങളിലൂടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനാണ് CPIM ശ്രമിക്കുന്നത്. AK ബാലന്റെ പരാമർശം ഇതിന്റെ തെളിവെന്നും NK പ്രേമചന്ദ്രൻ. കേരളത്തിലൊരു മതപരമായ വിഭാഗീയത സൃഷ്ടിച്ച് വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കിയെടുക്കുക, അതിലൂടെ രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇന്ന് കേരളത്തിൽ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിലപാടെന്ന് പറയുന്നത് ഏതാണ്ട് BJP സ്വീകരിക്കുന്ന അതേ സമീപനം തന്നെയാണ്. AK ബാലന്റേത് വ്യക്തിപരമായ പരാമർശമാണെന്നായിരുന്നു A. റഹീം MPയുടെ മറുപടി. കേരളത്തിൽ UDF സർക്കാരുകളുടെ കാലത്താണ് വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നതെന്നും മതവും ജാതിയും പറയുന്നത് കോൺഗ്രസ് ആണെന്നും A. റഹീം ആരോപിച്ചു. അദ്ദേഹം നടത്തിയ വ്യക്തിപരമായ പരാമർശത്തെക്കുറിച്ച് ഞാനല്ല, അത് പാർട്ടി എന്നുള്ള നിലയിൽ പിന്നീട് അത് പ്രതികരിച്ചേക്കും. എപ്പോഴെല്ലാം UDF കേരളത്തിൽ അധികാരത്തിലിരുന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ട്. വർഗീയ കലാപങ്ങളില്ലാതെ എല്ലാ വർഗീയ ശക്തികൾക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇടതുപക്ഷ കാലത്ത് കഴിയുന്നുണ്ട്, UDFന്റെ ഭരണകാലത്ത് കഴിയുന്നില്ല. വർഗീയ കക്ഷികളെ ഒപ്പം കൂട്ടാൻ CPIMും കോൺഗ്രസും മത്സരിക്കുകയാണെന്ന് BJP നേതാവ് MT രമേശ്. ഇരു മുന്നണികൾക്കും ബദലാകാനാണ് BJP ശ്രമിക്കുന്നതെന്നും MT രമേശ്. സംഘടിതമായിട്ടുള്ള മുസ്ലിം വോട്ടിന്റെ പിന്നാലെ പോകാൻ വേണ്ടിയുള്ള പരിശ്രമം LDFും UDFും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സമൂഹത്തിന്റെ സ്വാധീനം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടി ഓരോ സന്ദർഭത്തിലും ഈ രണ്ട് പാർട്ടികളും സ്വീകരിക്കുന്ന നിലപാട് ആ സമൂഹത്തിലെ ഏറ്റവും തീവ്രമായി ചിന്തിക്കുന്ന ആളുകളെയും സംഘടനയെയും കൂടെ നിർത്താൻ വേണ്ടി പരിശ്രമിക്കുക. BDJSനും ജമാഅത്ത് ഇസ്ലാമിക്കും SDPIക്കും കേരളീയ സമൂഹത്തിൽ സ്വാധീനമില്ലെന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ പ്രതികരണം. കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റേത് സെക്യുലർ വോട്ടാണെന്നും ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെടുന്നുവെന്ന പ്രചാരണം അനാവശ്യ ഭീതി പരത്തുന്നെന്നും ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇവരുടെയൊക്കെ പുറകിൽ പോകുന്നതെന്നുള്ളത്. എന്തിനാണ് അനാവശ്യമായിട്ടുള്ള സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് ഇവരെയൊക്കെ സ്റ്റേജിന്മേൽ കയറ്റിയിരുത്തുന്നതെന്ന്. ഇവർക്കൊന്നും വോട്ടില്ലാന്നേ. നമ്മൾ സമസ്തയുടെ സ്റ്റേജിലും കയറണ്ട, നമ്മൾ വെള്ളാപ്പള്ളിയെ കാറിലും കയറ്റണ്ട, അതിന്റെ ആവശ്യമില്ല. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മുന്നണികൾ വർഗീയ കാർഡിറക്കി പ്രചാരണം നടത്തുന്നോ എന്നതായിരുന്നു 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിലെ വിഷയം. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കാട്ടാന ആക്രമണം. പാലക്കാടും ഇടുക്കിയിലും കാട്ടാന ആക്രമണങ്ങളിൽ 2 പേർക്ക് പരിക്കേറ്റു. കണ്ണൂരിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. പാലക്കാട് കുഞ്ചിയാർപതിക്ക് സമീപം സ്വകാര്യത്തോട്ടം തൊഴിലാളിയായ മല്ലികയ്ക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. കാട്ടാനയെ തുരത്താൻ വേണ്ടി മല്ലികയും മറ്റൊരു തൊഴിലാളിയും കൂടി തോട്ടത്തിനു സമീപം തീയിടാനെത്തിയ സമയത്ത് കാട്ടാന ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ആനയുടെ ആക്രമണത്തിനിരയായ മല്ലിക സമീപത്തെ കുഴിയിലേക്ക് വീണു. പിന്നീട് നാട്ടുകാരെത്തിയാണ് മല്ലികയെ രക്ഷപ്പെടുത്തിയതും ആനയെ തുരത്തിയതും. ഇവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇടുക്കി മാങ്കുളത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്കേറ്റു. കാപ്പി വിളവെടുക്കുന്നതിനിടെ
താളുകണ്ടംകുടി സ്വദേശി സതീശൻ PK-ക്കാണ് പരുക്കേറ്റത്. കാലിന് പരുക്കേറ്റ സതീശനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ ആറടത്ത് ജനവാസ മേഖലയിലും കാട്ടാനിറങ്ങി. ന്യൂസ് ഡെസ്ക് 24. ശിവകാർത്തികേയൻ ചിത്രം പരാശക്തിയുടെ പ്രചരണാർത്ഥം താരങ്ങൾ കേരളത്തിലെത്തി. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ശിവകാർത്തികേയൻ, ജയം രവി, നടി ശ്രീലീല തുടങ്ങിയവർ പങ്കെടുത്തു. ഗോകുലം മൂവീസാണ് ചിത്രത്തിന്റെ കേരളത്തിലെ വിതരണക്കാർ. ശനിയാഴ്ച സിനിമ തിയേറ്ററുകളിലെത്തും. 25th film அது எப்பவுமே அந்த 25, 50 அதெல்லாமே ரொம்ப ஸ்பெஷல். பட் அதை ரொம்ப ரொம்ப ஸ்பெஷல் ஆக்குனது இவங்க எல்லாரும் தான். இவங்க எல்லாம் இதில் இருக்கிறதுனால இப்படி அண்ட் ரவி மோகன் சார் மாதிரி இவ்வளோ ஒரு சீனியர் ஆக்டர், என்னோட சீனியர், அவங்க இவ்வளோ எக்ஸ்பீரியன்ஸ், அவங்க வந்து இந்த ஃபிலிமில் பண்ணுறதுனால தான் அது இன்னும் ஸ்பெஷல்னு நினைக்கிறேன். அதே மாதிரி தான் அத்தர்வா, ஸ்ரீலீலா அண்ட் இந்த டைரக்டர் ஆஃப் த ஃபிலிம் சுதா கொங்கரா மேம், இறுதி சுற்று, சுரரை போற்று, அதுக்கப்புறம் இந்த படம். ஸோ இவங்க எல்லாம் இருக்கிறதுனால தான் இந்த SK25ன்றது இன்னும் ஸ்பெஷலாக இருக்குது. ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഉന്നത നിലവാരം പുലർത്തുന്ന ലോകത്തെ പ്രമുഖ ഗവൺമെന്റ് മെഡിക്കൽ സർവകലാശാലകളിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് അവസരമൊരുക്കുന്നു. ഈ മാസം 16-ന് 24 സ്റ്റഡി അബ്രോഡിന്റെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കാം. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് അഡ്മിഷൻ സമയം. +2 പരീക്ഷയിൽ 55% മാർക്ക് നേടിയവർക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 24 സ്റ്റഡി അബ്രോഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതോടെ ലേറ്റ് എഡിഷൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.